റെക്കോർഡിട്ടും പ്രതീക്ഷ ബാക്കി വെച്ചും 2021 PSC വിജ്ഞാപനങ്ങൾ. അപ്പോൾ ഇതിനകത്ത് പറയുന്ന വേറെ ഒന്നുമല്ല, കഴിഞ്ഞ 5 വർഷത്തെ കണക്ക് പരിശോധിച്ചാൽ റെക്കോർഡ് വിജ്ഞാപനമാണ് നമ്മുടെ 2021 ഉണ്ടായിട്ടുള്ളത്. 2021 നിലവിൽ ഇതുവരെ നടന്നിട്ടുള്ള വിജ്ഞാപനങ്ങളെന്ന് പറയുന്നത് 781 PSC വിജ്ഞാപനങ്ങളാണ് 2021 എന്ന് പറയുന്ന ഈ ഒരു വർഷം മാത്രമായിട്ട് നടന്നത്. ബാക്കിയുള്ള വർഷങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ 2020 531 വിജ്ഞാപനങ്ങളാണ് ഉണ്ടായത്. 2020 531 വിജ്ഞാപനങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അത് 2019 പോകുമ്പോഴത്തേക്കും 633 വിജ്ഞാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2018 പോകുമ്പോൾ നമുക്കത് കാണാൻ കഴിയുന്നത് വെറും 369 വിജ്ഞാപനങ്ങൾ മാത്രമാണ് നമ്മുടെ 2018 ഉണ്ടായത്. 2017 പോവുകയാണെങ്കിൽ അത് 666 വിജ്ഞാപനങ്ങളാണ് ഉണ്ടായത്. എന്തായാലും 2021 റെക്കോർഡ് വിജ്ഞാപനമാണ് ഉണ്ടായത്. ഇപ്രാവശ്യം ഏകദേശം 781 വിജ്ഞാപനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇതിനകത്ത് വന്നിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രതീക്ഷിച്ച പല പോസ്റ്റുകളുടെയും വിജ്ഞാപനം നിലവിൽ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. നല്ല അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് പോസ്റ്റുകൾ വന്നു. എന്നാൽ പ്രതീക്ഷിച്ച ഒരുപാട് നല്ല പോസ്റ്റുകൾ നമുക്ക് ഒഴിവായി പോയെന്നുള്ളതാണ് 2021 നിലവിലിപ്പോൾ വന്നിട്ടുള്ളൊരു ഇഷ്യൂ എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും എന്താണ് ഈ തൊഴിൽ വീതിക്കകത്തുള്ള ഈ ഒരു വാർത്തയ്ക്കകത്ത് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. 5 വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന വിജ്ഞാപന കണക്ക്. പല സുപ്രധാന തസ്തികകളിലേക്കും നിലവിൽ ഇതുവരെ വിജ്ഞാപനം വന്നിട്ടില്ല. എന്തായാലും നമുക്കൊന്ന് നോക്കി നോക്കാം. 5 വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ വിജ്ഞാപനം ഇറങ്ങിയ വർഷം എങ്കിലും നമ്മുടെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചില വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിക്കാതെ പോയതിൻ്റെ നിരാശ 2021 PSC നിയമന നടപടികൾ ഒരു പൊതുചിത്രമായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നമ്മുടെ സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ് അസിസ്റ്റൻറ്റ്, അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, അതുപോലെ KSFE, KSEB തുടങ്ങിയ സ്ഥാപനങ്ങളിലെ കമ്പനി കോർപ്പറേഷൻ ബോർഡ് അസിസ്റ്റൻറ്റ്, കേരള ബാങ്കിലെ വിവിധ തസ്തികകളിലേക്കുള്ള വിജ്ഞാപനം എന്നിവ കഴിഞ്ഞ വർഷം പ്രതീക്ഷിച്ചെങ്കിലും നടക്കാതെ പോയി. നമ്മുടെ KSന്റെ 2ാം വിജ്ഞാപനവും വന്നിട്ടില്ല. അതുപോലെ പ്രായപരിധി അവസാനിച്ച ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ അവസരമായിരുന്നു നമ്മുടെ യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡ് എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ഒരുപാട് പേർക്ക് നഷ്ടമായിട്ടുണ്ട്. യോഗ്യതയിലെ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ പോയതാണ് നമ്മുടെ ഈ ഒരു നിലവിലത്തെ ഈ ഒരു ഇഷ്യൂ നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ് വിജ്ഞാപനങ്ങളുടെയൊക്കെ വഴിമുടക്കിയത്. 2 വിജ്ഞാപനങ്ങൾ ഒന്നിച്ച് പ്രസിദ്ധീകരിച്ച് നിയമനം നടത്തുന്നതിൽ സങ്കീർണതയാണ് കമ്പനി കോർപ്പറേഷൻ ബോർഡ് അസിസ്റ്റൻറ്റ് വിജ്ഞാപനം തുടങ്ങിയ തസ്തികകളിലേക്കുള്ള നിയമനത്തിന് അല്ലെങ്കിൽ ആ ഒരു വേക്കൻസീസ് ഇപ്പോൾ വിളിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതുപോലെ KSന്റെ 2ാം വിജ്ഞാപനത്തിനായിട്ട് സർക്കാരിൻ്റെ അനുമതി കാക്കുകയാണ് PSC എന്ന് പറയുന്നത്. അപ്പോൾ അതും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. KSന്റെ എന്തോ ടെക്നിക്കൽ ഇഷ്യൂ കാരണമാണ് അവർ വിളിക്കാത്തതെന്ന് പറയുന്നുണ്ട്. ഉടനെ തന്നെ KSന്റെ നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. കേന്ദ്ര മാനദണ്ഡങ്ങളിൽ ഒടുങ്ങി നമ്മുടെ MVDയുടെ വിജ്ഞാപനം എന്ന് പറയുന്നത്. അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ തസ്തികയിൽ PSC നിയമനം നടന്നിട്ട് 1.5 വർഷമാണ് ആകുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം 1.5 വർഷത്തോളം ആയിട്ട് നമ്മുടെ MVDയിലോട്ട് ഇപ്പോൾ നമ്മുടെ നിയമനങ്ങളൊന്നും നടക്കുന്നില്ല. മുൻ റാങ്ക് ലിസ്റ്റ് 2020 ഓഗസ്റ്റ് 6 അവസാനിച്ചത്. എന്നാൽ യോഗ്യതയിൽ കേന്ദ്ര സർക്കാർ വരുത്തിയ മാറ്റങ്ങളനുസരിച്ചാണ് സംസ്ഥാന സർക്കാരിന് എന്ത് ചെയ്യുന്നത്, നമ്മുടെ വിജ്ഞാപനം തടസ്സപ്പെടുത്തുന്നതിനുള്ള കാരണമെന്ന് അവർ പറയുന്നുണ്ട്. അടിസ്ഥാന യോഗ്യതകൾക്കൊപ്പം ഗവൺമെൻറ് അംഗീകൃത ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിൽ 1 വർഷത്തിൽ കുറയാത്ത പരിചയം ഈ തസ്തികകളുടെ യോഗ്യതയായിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. MVDയിലോട്ട് കയറണമെങ്കിൽ എന്ത് വേണം? അടിസ്ഥാന യോഗ്യതയോടൊപ്പം അംഗീകൃത ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിൽ 1 വർഷത്തിൽ കുറയാത്ത പരിചയം ഈ തസ്തികകളുടെ യോഗ്യതയായിരുന്നു. എന്നാൽ കേന്ദ്രം ഇത് ഒഴിവാക്കി. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് PSC സർക്കാരിന് കത്തയച്ചെങ്കിലും വിശദീകരണം ലഭിച്ചില്ല. മറുപടി ലഭിച്ചെങ്കിലേ PSCക്ക് അടുത്ത വിജ്ഞാപനം ഇറക്കാൻ കഴിയുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ നമുക്കത് വേണ്ടതാണോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. കാരണം വർക്ക്ഷോപ്പിലൊക്കെ വർക്ക് ചെയ്തിട്ടേ നമ്മുടെ MVDയിലേക്ക് കയറാൻ കഴിയൂ എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രിമിനേഷൻ ആണല്ലേ. അപ്പോൾ ഒരു വിവേചനമായിട്ടേ കാണാനായിട്ട് കഴിയത്തുള്ളൂ. എന്നാലും ആ ഒരു ക്വാളിഫിക്കേഷൻ മാറ്റിട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് MVD പോലുള്ള നല്ല തസ്തികകളിലേക്ക് പരീക്ഷ എഴുതാനായിട്ട് ഈ ഒരു ക്വാളിഫിക്കേഷൻ മാറ്റുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പേർക്ക് അത് കഴിയുന്നതായിരിക്കും. 300-ലേറെ പേർക്ക് ഉറപ്പായും നിയമനം ലഭിക്കേണ്ട തസ്തികയിലേക്കാണ് നിയമന നടപടികളാണ് ഈ നിസ്സാര കാരണത്തിൻ്റെ പേരിൽ വൈകുന്നത്. മുൻ ലിസ്റ്റിൽ 372 പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചത്. അപ്പോൾ ആവശ്യത്തിന് ആപ്ലിക്കേഷൻസും അതേപോലെ തന്നെ ആവശ്യത്തിന് അപ്പോയിൻമെൻറ്റ്സും ഒക്കെ ഉള്ള ഒരു പോസ്റ്റ് തന്നെയാണ് നമ്മുടെ MVDയിലെ പോസ്റ്റ്. അങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ നിലവിൽ ഇതുവരെ പെൻഡിങ് ആയിട്ട് കിടപ്പുണ്ട്. നമ്മുടെ KSEBയുടെ ആയാലും അതേപോലെ KSFEയുടെ ആയാലും കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, MVD, അതേപോലെ യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡ് ഒരുപാട് വിദ്യാർത്ഥികൾക്കൊരു തിരിച്ചടി തന്നെയാണ്. കാര്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏജ് ഓവറായി കഴിഞ്ഞ ഒരുപാട്, അല്ലെങ്കിൽ ഏജ് ഓവർ ആവാറായി നിൽക്കുന്ന ഒരുപാട് പേരുടെ അവസരമാണ് ഈ ഒരു എന്താ പറയുക, ഈ ഒരു വിഷയത്തിലൂടെ നമുക്ക് കിട്ടാതെ പോയത്. എന്തായാലും
ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടിയ ഒരു വർഷം കൂടി തന്നെ അല്ലെങ്കിൽ ആപ്ലിക്കേഷനും അതേപോലെ തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞ ഒരു വർഷം തന്നെയായിരുന്നു നമ്മുടെ 2021. എന്തായാലും ഒരുപാട് പേർക്ക് ജോലി കിട്ടട്ടെ, ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് നമുക്കൊക്കെ എത്താൻ കഴിയട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇനിയും നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്തായാലും പുതിയ നോട്ടിഫിക്കേഷൻസും വീഡിയോസും ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.